വെൽക്കം ബാക്ക് അഗൈൻ. ബിനു ആണേ. ഇപ്പം രാവിലെ തന്നെ ഞാനും ദാസപ്പനും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം മഴക്കാലമാണ്, എല്ലാവരും സേഫാണല്ലോ അല്ലേ. അപ്പം പറഞ്ഞതുപോലെ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വീഡിയോകളൊക്കെ വളരെ കുറവാണ്. ഇപ്പം നല്ല മഴ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളൊരു വീഡിയോ പിടിക്കാൻ വേണ്ടി ഇറങ്ങിക്കാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു 8-10 കിലോമീറ്റർ ചുറ്റളവ് അല്ലെങ്കിൽ 10-20 കിലോമീറ്റർ ചുറ്റളവിലുള്ള കുറേ കാഴ്ചകളാണ്, നമ്മൾ ഗ്രാമക്കാഴ്ചകളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സെൻറ്റ് പോൾസ് ചർച്ച് സ്വരാജ്, എന്ത് നല്ല ഭംഗിയാന്ന് നോക്കിയാൽ പള്ളി കാണാനായിട്ട്. ഇപ്പോൾ ചെറിയൊരു മൊട്ടക്കുന്നിൻ്റെ മുകളിലാണ് പള്ളി ഇരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ കട്ടപ്പന കോട്ടയം കേക്കോ റോഡാണ് കേട്ടോ. കേക്കോ റോഡല്ല, ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു പാരിഷ് ഹാളും ഓഡിറ്റോറിയം കൂടെ കാണും കേട്ടോ. ഇതാണ് നമ്മുടെ ചെറിയ ഒരു കുരിശും തൊട്ടി. അത് നല്ല മഴയുടെ ഒരു കുറവുള്ളതിൻ്റെ പേരിലാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. എന്നാലും അങ്ങോട്ട് ദൂരോട്ടൊക്കെ മാറി കഴിഞ്ഞാൽ മഴയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ പോകാം കേട്ടോ. ദാസപ്പൻ ദേ ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദാസപ്പനെ നമ്മൾ കൊണ്ടുപോയില്ല. ഇപ്പോൾ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുള്ളൂ കേട്ടോ. എന്നാലും വഴിയുടെ കുറേ ഭാഗങ്ങളൊക്കെ മോശമാണ്. എന്നാൽ കുഴപ്പമില്ല കേട്ടോ. ഇവിടുന്ന് ഏതാനും കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മോശങ്ങൾ. ചപ്പാത്ത് തൊട്ട് നേരെ കോട്ടയം വരെ നല്ല കിടുക്കാച്ചി റോഡാണ് കേട്ടോ. റോഡിൻ്റെ പണികളൊക്കെ തീർന്ന് കിടക്കുന്നതാണ്. ഇപ്പം കുറേ കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ ഈ റോഡിൻ്റെ പണി പൂർത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡാണ് കേട്ടോ നമ്മുടെ കട്ടപ്പന കോട്ടയം. ഇപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നുള്ളൂ. ഇവിടുന്നൊക്കെ ഒരുപാട് കല്ലുകളൊക്കെ പൊട്ടിച്ച് മാറിയ ഒരു വഴിയാണ് കേട്ടോ. ഒരു കാലഘട്ടങ്ങളിൽ വളരെ വീതി കുറഞ്ഞ വഴിയായിരുന്നു കേട്ടോ. ഇപ്പോൾ കൊണ്ടോ കല്ലൊക്കെ പൊട്ടിച്ച് മാറി നല്ല വീതിയിലാണ് വഴി കിടക്കുന്നത്. എന്നാലും നല്ല സ്പീഡിലൊക്കെ വണ്ടി പോകാം, സൂക്ഷിച്ച് പോകണം കേട്ടോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വഴിയൊക്കെ പണി നടക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ടാറിങ്ങൊക്കെ ഇച്ചിരിച്ചൊക്കെ കുറവ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് പൊട്ടിച്ച് മാറിയതാണ് കേട്ടോ. ഒരുപാട് കല്ല് കേട്ടോ ഈ റോഡിൻ്റെ പണിക്ക് ആവശ്യങ്ങൾക്കായിട്ട്. നമ്മളങ്ങനെ വെള്ളാങ്കണ്ടം സിറ്റിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പം വെള്ളാങ്കണ്ടം ആ സിറ്റിയിൽ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കടകളൊക്കെ പൊളിച്ച് മാറ്റിയായിരുന്നു കേട്ടോ റോഡിൻ്റെ ആവശ്യം, വീതി കൂട്ടലിൻ്റെ ആവശ്യത്തിനായിട്ട്. ഇവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം. അപ്പോൾ ആ പാലത്തിൻ്റെ കാഴ്ച നമുക്കൊന്ന് കാണണം. അപ്പം റോഡിൻ്റെ നവീകരണത്താൽ ആ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്കൊക്കെ നിന്ന് കാണാം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ള. സൂപ്പർ. ഇതാണ് നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലം. അപ്പോൾ പാലത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നു. പാലത്തിൻ്റെ അല്ല, ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് കുറച്ച് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ പാലത്തിന് മുകളിലൂടെ. അപ്പം കഴിഞ്ഞ ദിവസത്തെ മഴ പെയ്താലും വെള്ളമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ പാലത്തിൽ കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഇതിൻ്റെ പിന്നാമ്പുറത്തോട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണണം. ഇവിടെയൊക്കെ വെള്ളം വളരെ കുറവാണ്. ഇനി ഏതാനും ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ഇവിടെയൊക്കെ വെള്ളത്തിനടിയിൽ പെടും കേട്ടോ. ഒന്നര ഇവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. കണ്ടോ, മൊത്തം പച്ചപ്പാണ്, അതിന് വെള്ളം വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി മുന്നോട്ട് വീണ്ടും പോകാം. നീലയും പച്ചയായിട്ട് നിൽക്കുന്നൊരു പൂവുണ്ടോ, പൂവ് നീല കളറാണ്. ഈ പച്ചയിൽ നീല നിൽക്കുന്നതുകൊണ്ട് എന്ത് നല്ല ഭംഗിയല്ലേ. സൂപ്പർ. ഒട്ടും വെള്ളമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലെ ഇറങ്ങി അക്കരെ എന്നൊക്കെ പോയി നോക്കാം. നമുക്ക് പണിയൊക്കെ തീർന്നു കഴിയുമ്പം നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ഇവിടെ കാണാൻ കേട്ടോ. ഒരു JCB പണിയെടുക്കുന്നുണ്ട്. ചെറിയൊരു നാടൻ രീതിയിലൊരു കടയാണ് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. ഇവിടുത്തെയാണോ? നമ്മളൊരു മർഫി ഒരു ചായ കുടിച്ചു. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു കേട്ടോ. ഒരു കൊച്ചു കട. ഇതുപോലുള്ള കടകളിലൊക്കെ ചായ കുടിച്ചാൽ നമുക്ക് നല്ല തൃപ്തി. ഇങ്ങോട്ടൊന്നും അധികം വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ടോ നല്ല കാഴ്ചയാണ് കേട്ടോ. എനിക്കെല്ലാം പേരയാണ് കേട്ടോ. അപ്പോൾ ചക്കയുടെ സമയമായതുകൊണ്ട് ഇഷ്ടംപോലെ ചക്കയുണ്ട് കേട്ടോ. നല്ല വഴി. പക്ഷേ റോഡിൻ്റെ പണി തീർന്നു കഴിയുമ്പോൾ ഇതിലൊക്കെ ഇത്രയും വീടിപ്പോൾ നല്ല താഴെക്കുണ്ടോ, ഇഷ്ടം പോലെ പോത്തുകൂട്ടന്മാരാണ് ഇരിക്കുന്നത് കേട്ടോ. റോഡിൻ്റെ പണി പൂർത്തിയായി കഴിയുമ്പോൾ ഇതിലധികം ബൈക്കൊക്കെ ചുമ്മാ പറക്കും.
ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്രിക്കറ്റ് കളിക്കാനൊരു സ്പേസ് കാണും കേട്ടോ, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള ഒരു പോസ്റ്റും കൂടെ വെച്ചാൽ വരും. നമുക്കിനി ഇതിലെ ഇങ്ങനെ കുറച്ചങ്ങ് പോയി നോക്കാം കേട്ടോ. എന്നാ നല്ല ഗ്രീനറി നോക്കിയേ, താഴെ പോത്തുമുട്ടന്മാരെ കിടക്കുന്ന നോക്കിയേ, ഇഷ്ടം പോലെ പുല്ലാണ് കേട്ടോ. നമ്മൾ ഇതുകൊണ്ട് അതിലാണ് വന്നു കേട്ടോ, അതിലെ വന്ന് ഇതിലെ ഇറങ്ങി ഇവിടെ വന്നു. നാസപ്പുറം ഇവിടെ ഇരിപ്പുണ്ട്. ഇതുണ്ട് ചെറിയൊരു മാടക്കട ഉണ്ട്. എന്താ ഇന്ന് തുറന്നിട്ടില്ല, മഴയൊക്കെ ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിലൊരു വഴി കാണുന്നുണ്ട്, ഇതിലെ ഇങ്ങനെ ഒരു വഴി കാണുന്നുണ്ട് കേട്ടോ. എന്നാലും വേണ്ടില്ല, നമുക്ക് ഇത് മുന്നോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം പച്ചപ്പിനെ സ്നേഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്താ നല്ല വൈബാന്ന് എനിക്ക് ഇവിടെ കാണാനുണ്ട്. ഇവിടെ ഒരു ലോറി കിടപ്പുണ്ട്, സെറ്റാണ് കേട്ടോ. അക്കരെ ഒരു പാലമുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോൾ ആ പാലത്തക്കര കയറി അക്കരയ്ക്ക് പോയായിരുന്നു കേട്ടോ. അന്ന് നല്ല വേനലായിരുന്നു കേട്ടോ. നമുക്ക് ഇച്ചിരി മുന്നോട്ടങ്ങ് പോയി നോക്കാം. ഇന്ന സെറ്റപ്പാന്ന് കാണാൻ നോക്കി, നല്ല പച്ചപ്പ്. ഇതിരിക്കുന്ന എല്ലാം വാഗമരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഇഷ്ടം പോലെ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ചില റോഡ് നല്ല റോഡാണ് കേട്ടോ, നല്ല ഈയിടെ അങ്ങോട്ട് പണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആഹാ, എന്ത് സെറ്റപ്പ് കാണാൻ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്കെന്നാലും ഇച്ചിരി അന്ന് വരെ പോയി നോക്കാം കേട്ടോ, ഇതെവിടെ വരെ ഉണ്ട് ഈ വഴി എന്നുള്ളത്. എന്നാലും നമുക്ക് അവിടുത്തെ വെള്ളത്തിലൊക്കെ നമുക്കൊന്ന് ഇറങ്ങി നോക്കണം. ഇവിടെയുണ്ട് കേട്ടോ ഒരു അങ്കണവാടി കേട്ടോ. പിള്ളേർന്നില്ലെന്ന് തോന്നുന്നു, കൂട്ടിയിട്ടിരിക്കാൻ തോന്നുന്നു കേട്ടോ. ഇവിടെ വരെ അങ്ങോട്ട് കൂടെ കേട്ടോ വഴി കേട്ടോ, ആക്കിയല്ല. അല്ല വഴിയുണ്ട്. അങ്ങോട്ടൊക്കെ ഇറങ്ങി ചെടിയാണ് കേട്ടോ, അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല. നാസറിനെ ഇറക്കി കഴിഞ്ഞാൽ കയറി വരാൻ വലിയ പാടായിരിക്കും കേട്ടോ, ചെടി ആയതുകൊണ്ട്. ഇവിടെ വരെ എങ്ങാണ്ടുള്ളൂ വഴി കേട്ടോ. നോക്കാം. അടിപൊളി പ്രദേശം കാണാൻ. നല്ല മഞ്ഞ കൊങ്ങണി കേട്ടോ. ഉണ്ടോ സെറ്റല്ലേ ഇവിടുന്ന് കാണാൻ. വേനൽക്കാലമാണ്, അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറയാൻ അടിപൊളിയായിരുന്നു കാണാൻ വേനൽക്കാലമാണെങ്കിൽ. അപ്പോൾ അവിടെ ഇവിടെ എല്ലാം വെള്ളം കിടക്കുവാണേ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നമുക്കൊന്ന് പോയി നോക്കാം, നല്ല കാഴ്ചകൾ വല്ലതും കിട്ടുമെന്ന് നോക്കാം. അതിലെ കുറേ വെള്ളം വരുന്നുണ്ട്, നമുക്ക് നോക്കാം. നല്ല തോട്. അപ്പം കഴിഞ്ഞ ദിവസം മഴയത്തൊക്കെ ഒഴുകിയൊന്നും വെള്ളം കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ. അതുകൊണ്ട് അതിൽ ഒഴുകി വന്നിരിക്കുന്നുണ്ടോ, പുല്ലൊക്കെ ചാഞ്ഞ് കിടക്കുന്നുണ്ടോ. ഈ വെള്ളം അങ്ങ് വരുന്നത് അങ്ങ് എന്താ മോശമാണ്, അത് നോക്കാം. അങ്ങോട്ട് ടാറിങ് അല്ലാത്തൊരവസ്ഥയാണ് വഴി കേട്ടോ, ഒരു തനി മൺവഴിയാണ്. ആഹാ, നമുക്ക് നോക്കാം. ഒരു പിക്കപ്പ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വഴിയില്ല കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് ജീപ്പുകൾ കിടപ്പുണ്ട്. ഉണ്ടോ, തെറ്റല്ലേ, നല്ല ഇതാ പെയ്ത്തോളമാണ്. ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കണം കേട്ടോ. എന്തോ ഇപ്പം മഴ വളരെ കുറവായതിൻ്റെ പേരിൽ. പിന്നെ നമുക്ക് അങ്ങ് വരുന്ന പോയി നോക്കണമല്ലോ, എല്ലാം വെള്ളം കയറി കിടക്കണം. അങ്ങ് ആ താമര നിൽക്കുന്ന മാവരം ചെറുത്താമരയാണ് കേട്ടോ. ആ ചെറുത്താമരയുടെ ആ ഭാഗത്താണ് വെള്ളം ഒഴുകി ഇവിടെ ഇടുക്കി ജലാശയമായിട്ട് വരുന്നത് കേട്ടോ. ഇവിടെ കുറേ പോത്തുമുട്ടന്മാർ കിടപ്പുണ്ട്, അങ്ങോട്ട് നമുക്ക് പോകണ്ട.
ഇതൊക്കെ നല്ല ഗ്രാസാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് മണൽ കോരി ഇട്ടിട്ടുണ്ട്. ഉണ്ടോ, നല്ല വളഞ്ഞ് പുളഞ്ഞ ഒഴുകുന്ന പുഴ കേട്ടോ. അതൊന്ന് കാണാം. ഉണ്ടോ, ഒരുപാട് തടിയൊക്കെ ഒഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പൊക്കത്തിൽ വന്നതാണ് കേട്ടോ. കണ്ടോ, അങ്ങനെ വളഞ്ഞ് പുളഞ്ഞാണ് ഒഴുകുന്നത് കേട്ടോ. വെള്ളം ഒഴുകി വരുന്നുണ്ടോ, ഇതിലേക്ക് വെള്ളം ഒഴുകി വരുന്നത് എനിക്ക് കണ്ടോ. ഇത്രയേ ഉള്ളൂ വെള്ളം. ഇതും ഇടുക്കി ജലാശയത്തിലോട്ടാണ് വെള്ളം ചെല്ലുന്നത് കേട്ടോ. അടിപൊളിയല്ലേ. ഇത് ഇടിഞ്ഞു പോയുണ്ട്, വെള്ളത്തിൻ്റെ ശക്തിയിൽ ഇടിഞ്ഞു പോയതാണ്. അങ്ങനെ നമുക്ക് അങ്ങോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. നല്ല സെറ്റുകളെ കാണാനായിട്ട് ഉണ്ടോ. ആഹാ, അടിപൊളി. ഒരമ്മച്ചി തേണ്ടിട്ട് വാക്കത്തി കേട്ട് വരുന്നത് നമ്മളെ ഓടിക്കുന്നത് ഉണ്ടോ. വെള്ളം കണ്ടോ, എന്നാൽ സെറ്റാന്ന് നോക്കി. നല്ലൊരു കാഴ്ചയല്ലേ, ഓടി വെള്ളം വരുന്നുണ്ടോ. നമ്മൾ ഈ കയറ്റമൊക്കെ കയറി പോകണം കേട്ടോ. നമ്മളിതിൽ 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സോറി, 2 അല്ല, 1 വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ആ നീലക്കുറിഞ്ഞി പൂക്കപ്പം ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചയും സൗന്ദര്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ പോലും നല്ല പച്ചപ്പാണ് കേട്ടോ ഈ റോഡിൻ്റെ 2 സൈഡ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ മഴകളൊന്നും മോശമല്ലായിരുന്നു. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്ക് മഴ പെയ്യുന്നൊരു പ്രദേശമാണ് കേട്ടോ. ഈ കല്യാണത്തണ്ട് മുകളിലൂടെ കേട്ടോ. ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. അപ്പം കുറച്ച് ആൾക്കാർ രാവിലെ തന്നെ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വരെ നമ്മൾ കയറി പോകുന്നുള്ളൂ കേട്ടോ. ഇവിടെ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ മണ്ടോടാണ്. പക്ഷേ ചിലപ്പം വലിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഉണ്ട് ഇവിടുന്ന് ഒരു കുരിശടിയൊക്കെ കാണാം. ഇവിടുന്ന് അങ്ങോട്ട് വഴി ശാലം മോശമാണ് കേട്ടോ. കയറി പോകാം, പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ഭാഗ്യ പരീക്ഷണം. വഴി തീരെ മോശമായതിൻ്റെ പേരിലാണ് നമ്മൾ ദാസപ്പനെ അവിടെ ഇരുത്തിയിരിക്കുന്നത് കേട്ടോ. നല്ല മണ്ടോടാണ്. പക്ക ഓഫ് റോഡാണ് കേട്ടോ. ബൈക്ക് കൊണ്ടൊക്കെ ഇറങ്ങിപ്പോകാൻ വലിയ പാടാണ്. പക്ഷെ നമുക്കിത് വിഷയമുള്ള കേസല്ല. പക്ഷേ ഇങ്ങോട്ട് കയറ്റുന്നില്ല. കാരണം ഇവിടെ ഒരുപാട് 2 വീലേഴ്സൊക്കെ കയറിയിട്ട് അതും ഇതൊക്കെ കാണിക്കുന്നതിൻ്റെ പേരിൽ നമ്മളെ ആ കൂട്ടത്തിൽ അവർ പെടുത്തും. അതുകൊണ്ട് വണ്ടി താഴെ വെച്ചിട്ട് നമ്മൾ നടന്നു പോകും. രാവിലെയൊക്കെ ഇവിടെ നല്ല സൂപ്പർ മഴയാണ് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി കാഴ്ച, സൂപ്പറല്ലേ അല്ലേ. ഇപ്പോൾ ഇവിടെ നല്ല പച്ചപ്പാണ് കേട്ടോ. കണ്ടോ, ഇങ്ങോട്ടൊന്നും ഇനി ടാറിങ്ങോ കോൺക്രീറ്റോ ഒന്നും നടക്കില്ല കേട്ടോ. ഇവിടെ കയറുന്നോറും നല്ല കാറ്റാണ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ അറിയാം. അതുകൊണ്ടോ അതിലാണ് വന്നത് കേട്ടോ. എന്നെയാണല്ലോ നമ്മൾ ഇറ്റലി വന്ന് നമ്മളൊന്ന് പോവുകയാണ് കേട്ടോ. എത്രാനായിട്ട് ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ച നമ്മൾ കണ്ടില്ല കേട്ടോ. അത് നിങ്ങളെ കാണിക്കാം. ഇതിവിടെ ഒരു കുരിശടിയുണ്ട്. കുരിശടി 8 എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ. എന്നാലും ഇങ്ങനെയുള്ള യാത്ര അല്ലെങ്കിൽ അഡ്വഞ്ചറായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, ഇതുപോലെ മഴ സമയത്തൊക്കെ ഇതുപോലെ നമ്മൾ കയറി വരണം. നല്ല പച്ചപ്പ്. വേലായി കഴിഞ്ഞാൽ ഇതിലൊക്കെ നല്ല ഉണക്കലാണ് കേട്ടോ. ഉണക്കെന്ന് പറഞ്ഞാൽ ഉണങ്ങി മുരുങ്ങി നിൽക്കുന്ന സമയമാണ്. പക്ഷേ ഇഷ്ടം പോലെ തോട്ടപ്പൂവിൻ്റെ ഒരു സമയമാണിപ്പോൾ കേട്ടോ. ഇവിടെ ഒരു വാച്ചർപുര കാണാം കേട്ടോ. വാച്ചർപുരയാണോ അതിവിടെ ഉള്ളവരുണ്ടാക്കി വെച്ചാണെന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് ഇവിടെ ഒന്ന് കയറി ഞാൻ റെസ്റ്റ് എടുക്കണം. അടി മോനെ സെറ്റല്ലേ, അടിപൊളി. കയറി വന്നപ്പോൾ തന്നെ നല്ല വൈവാണ് കേട്ടോ. അങ്ങ് വിദൂര കാഴ്ചകളുണ്ടോ. എന്താ ഇത് താഴെ ഒരു വീട് പണിയുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ കുറേ കയറി പോകണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നില്ല കേട്ടോ. ഇവിടെ കണ്ടോ ഈ പുര കണ്ടോ, സെറ്റല്ലേ കാണാൻ. അടിപൊളി കാഴ്ച കേട്ടോ. സെറ്റ്. പക്ഷെ നല്ല
കാറ്റാണ് കേട്ടോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നല്ല കാറ്റുണ്ട്. പിന്നെ വെള്ളം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനാൽ പ്രകൃതി സ്നേഹിക്കുന്നവരാണ് കേട്ടോ. ഇങ്ങനെ വന്ന് ഒരു ഷെഡ് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. മഴയൊക്കെ വരുമ്പം കയറിയിരിക്കാം, വെയിലൊക്കെ വരുമ്പോൾ കയറിയിരിക്കാം. അങ്ങനെ പ്രദേശത്താണ് കേട്ടോ നീലക്കുറിഞ്ഞിയൊക്കെ പൂത്തത്. നീലക്കുറിഞ്ഞിയല്ല, മേട്ടുക്കുറിഞ്ഞി. അതിന് 12 വർഷമൊന്നുമില്ല, നല്ല കുറിഞ്ഞിയല്ല. നല്ല കുറിഞ്ഞിയൊക്കെ പൂക്കുന്ന കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാർ ഭാഗത്തോട്ടും പോകണം, അതുപോലെ ഊട്ടി ഭാഗത്തോട്ടൊക്കെ പോകണം കേട്ടോ. പിന്നെ നല്ല കുറിഞ്ഞി ഉണ്ടായ ഒരു സ്ഥലം ഇടുക്കി ജില്ലയിൽ തന്നെ, മൂന്നാർ കൂടാണ്ട് നമ്മുടെ തന്നെ കള്ളിപ്പാറ, അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട്. അപ്പം അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ ഒരു കാഴ്ച. നല്ല ക്രിസ്റ്റലായിട്ടാണ് കാണുന്നത് കേട്ടോ, നല്ല അടിപൊളി കളറിലാണ് ഇപ്പം കിടക്കുന്നത്. കണ്ടോ, എന്നാണ് സൂപ്പർ കാഴ്ചയല്ലേ കേട്ടോ. കാറ്റ് കാരണം ഒന്നും കേൾക്കത്തില്ല കേട്ടോ. താഴോട്ടൊക്കെ ഒരുപാട് വലിയ കൊക്കകളാണ് കേട്ടോ. അങ്ങോട്ടൊന്നും അധികം ആരും പോകല്ലേ, പക്ഷെ താഴെയൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ ഈ വർഷവും പൂക്കൊന്നും വരാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടോ അങ്ങ് താഴോട്ട് കണ്ടോ. നമുക്കങ്ങനെ കുറച്ച് അങ്ങനെ അങ്ങോട്ട് കുറേ നടന്നു നോക്കാം കേട്ടോ. സാധനമുണ്ടല്ലോ, നീലാകാശത്തിൻ്റെ ഒരു കാഴ്ച ഉണ്ട്. സെറ്റല്ലേ? നമ്മുടെ ഇടുക്കിയെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യരും ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വദേശിയായാലും വിദേശിയായാലും മറ്റുള്ള സ്റ്റേറ്റുകാരായാലും മറ്റുള്ള ഡിസ്ട്രിക്റ്റായാലും മറ്റുള്ള രാജ്യക്കാരായാലും ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജലാശയം ഒന്നും കാണാൻ പോകത്തില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാണത്തണ്ടും മലനിരകൾ മുകളിൽ വന്നാലേ നമുക്ക് ശരിക്കും ഇടുക്കി ജലാശയം കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും ഇത് കാണുന്ന ഒരു സൗന്ദര്യം ഒന്ന് വേറെ ലെവൽ തന്നെയാണ്. ഇവിടുത്തെ മരങ്ങളൊക്കെ കാറ്റത്ത് പിഴുതു പോയതാണ് കേട്ടോ. കേട്ടോ ഇതിലിങ്ങനെ ഓഫ് റോഡാണ് കേട്ടോ. അങ്ങോട്ട് ഇവിടെ ഒരു ഷെഡൊക്കെ കാണാം കേട്ടോ. ഈ മരമൊക്കെ പിഴുത് പറഞ്ഞു സൈസ് കാറ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ മുന്നോട്ട് പോയി നോക്കാം. ഇതിലെങ്ങനെ നമുക്കൊരു കുറച്ചങ്ങ് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ ഒരു മസൂഷ്യം എന്നും പറഞ്ഞൊരു മരമാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് വേനൽക്കാലമൊക്കെ ഇഷ്ടം പോലെ കല്യാണ ഷൂട്ടും അത് തന്നെയല്ല വീഡിയോ ഷൂട്ടൊക്കെ നടക്കുന്നൊരു പ്ലേസാണ് കേട്ടോ. ആണ് മസൂഷ്യം. പക്ഷെ വേനലായി കഴിഞ്ഞാൽ നല്ല വൈബാണ് കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, ആരും അങ്ങനെ കാണുന്നില്ല, മഴയൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ. പക്ഷേ ഇവിടെ വരുന്നവരും ശ്രദ്ധിക്കുക, തോട്ടപ്പുഴയുണ്ട്. പുല്ലുംകാട്ടിലിട്ടൊന്നും അധികം കയറരുത്, കയറി കഴിഞ്ഞാൽ വിഷയമാവും, കഴിക്കും. തോട്ടപ്പുഴ നമ്മളെ കടിക്കും. നമുക്കൊക്കെ ഇവിടെ വരണം. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ ഇനി പറയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ മുനമ്പം ഒരു ഇതായി മാറി. അവിടെ ഫോറസ്റ്റിൻ്റെ അനുമതിയില്ലാതെ കയറാൻ പറ്റത്തില്ല. അവിടെ ഒരു 20 രൂപ 50 രൂപ പാസ് വെച്ചാണ് ഇപ്പം മുനമ്പത്തോട്ട് ഇറക്കുന്നത്. ഇവിടെ ഇതുപോലെ ഈ പാസ് ആകും കേട്ടോ. ഗേറ്റ് പാസ്സൊക്കെ വെച്ചിട്ട് വാച്ചറൊക്കെ ഇരുത്തി. കാരണം അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാരുടെ ആ തോന്നിവാസമൊക്കെ നിൽക്കും കേട്ടോ. ഇങ്ങോട്ട് വഴിയൊക്കെ ഓഫ് റോഡാണ്. ഇതിൽ വേറൊരു ശല്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 2 വീലറുകാരും ഈ ജീപ്പുകാരൊക്കെ വന്ന് ഇവിടെ ചുമ്മാ കിടന്ന് അങ്ങോട്ട് ഒച്ചപ്പാടും ബഹളവും, വണ്ടിയിട്ട് സ്റ്റണ്ടിങ്ങും ബൈക്കിട്ട് സ്റ്റണ്ടിങ്ങൊക്കെ ചെയ്യും കേട്ടോ. ഉണ്ടോ, ഇതിലെ കുറച്ചങ്ങ് പോയി നോക്കാം. അങ്ങോട്ട് ചെല്ലും തോറും ഉണ്ടല്ലോ നമ്മുടെ ഈ ജലാശയത്തിൻ്റെ കാഴ്ചകൾ, അതിൻ്റെ ഭംഗി ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. കൂടുന്നതല്ലാതെ ഒരു തുള്ളി പോലും കുറയില്ല കേട്ടോ. അത് മാതിരിയാണ് നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ ഒരു കെട്ടപ്പ്. ഉണ്ടോ, തനി ഓഫ് റോഡ് വഴി, കട്ട ഓഫ് റോഡ്. ഇതിൽ ദാസപ്പന വന്ന് ഇറക്കേണ്ടി വന്നതാണ്. നമുക്ക് വേണ്ട, ദാസപ്പന ടയർക്ക് ശകലം മോശമാണ്. ഇത് വെട്ടുപോയപ്പോൾ ഇതിന് മേളിൽ ഇരിക്കേണ്ടി വരും, തള്ളിക്കൊണ്ട് പോകേണ്ടി വരും. ഈ നിൽക്കുന്ന എല്ലാം മസൂഷിയാണ് കേട്ടോ. ഇവിടെയൊക്കെ എന്നറിയില്ലേ, ഈ പ്രദേശം മൊത്തം ഇപ്പം നല്ല രീതിയിൽ കാടാണ്. പക്ഷേ വേനലായി കഴിയുമ്പോഴത്തേക്ക് ഈ പുല്ലെല്ലാം അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് മൊത്തം മേട്ടുകുറിഞ്ഞിയാണ് കേട്ടോ. മേട്ടുകുറിഞ്ഞെന്നും കാട്ടുകുറിഞ്ഞെന്നൊക്കെ പറയും. ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കേട്ടോ. കാപ്പികളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിങ്ങോട്ട് കേരള ഫോറസ്റ്റിൻ്റെയാണ് കേട്ടോ. ഇത് ജണ്ടയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതും കാറ്റത്ത് ഒടിഞ്ഞു പോയതാണ് കേട്ടോ. അത് ഇവിടെ നിന്ന് കഴിഞ്ഞ് വേണമെങ്കിൽ പോകാം നമുക്ക്. ആഹാ, ഈ
റോഡിൻ്റെ രണ്ട് സൈഡിലും പച്ചപ്പ്. ഈ നടുക്ക് വഴി ഈ മൺറോഡിൻ്റെ ഒരു സൗന്ദര്യം കണ്ടോ, പറ്റല്ലേ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാ ഇതിലേക്ക് വരാതിരിക്കുന്നത്? ഒന്ന് വന്നു പോവും ആരാണേലും. അടിപൊളി കാറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊള്ളണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1700 അടി ഉയരത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കാരണമൊന്നുമല്ല, ഈ കാരണം പിന്നെ അടിപൊളി ഇതൊക്കെ ഒരു യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഒരു മാസ്റ്റർ പീസാണ് കേട്ടോ. ഇവിടെ നമ്മൾ അതിലാണ് വന്നത് കേട്ടോ. ഈ മരത്തിൻ്റെ കണ്ടോ, ഇത് ബിഷോപ്സ് മരമല്ല, ഇത് വേറെന്തോ മരമാണ്, നല്ല കട്ടിയുള്ള മരമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഒച്ച കേട്ടോ, പേടിയോ നമുക്ക്. ഇവിടെയൊക്കെ തേയിലയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തേയിലയാണ്. അത് തന്നെയല്ല, ഇവിടുന്ന് കാണുന്ന കാഴ്ച അടിപൊളിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1800 അടി ഉയരത്തിലാണ് നമ്മുടെ ഈ കല്യാണത്തിൻ്റെ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം അത്രയും ഹൈറ്റിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ കാഴ്ചകൾ കാണുന്നത്. പറയാൻ പറ്റത്തില്ല, ചില ഭാഗങ്ങളിൽ ഇതിലും ഹൈറ്റുണ്ട്. അപ്പം ഈ മലനിരകൾക്കൂടെ അടിയിലൂടെയാണ് നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ മറ്റൊരു ഭാഗത്തെ ഒരു ടണൽ കടന്നു പോകുന്നത് കേട്ടോ. അതായത് അഞ്ചുരുളി ടണൽ. അതായത് അഞ്ചുരുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികൾ ഇട്ട പേരാണ് അഞ്ചുരുളി. വെള്ളത്താൽ മൂടിപ്പെട്ട 5 മലകളുടെ മുകൾ ഭാഗം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. ഉരുളിയുടെ ഷേപ്പിലിരിക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ 5 ഉരുളി കമത്തി വെച്ച പോലെ ആയതിൻ്റെ അതിൻ്റെ മാതൃക ആയതിൻ്റെ പേരിലാണ് അഞ്ചുരുളി എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നിന്ന് കാണുന്ന കാര്യം, ഇവിടെ നമുക്ക് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം നമുക്കിങ്ങനെ ഈ മലനിരയുടെ മുകളിലൂടെ അങ്ങ് നടന്നങ്ങ് പോകാം കേട്ടോ. കണ്ടാലും നടന്നാലും തീരത്തില്ല കേട്ടോ. അതുപോലത്തെ ഒരു വൈവാണ് ഇവിടെ നിന്ന് കാണുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ വരുന്ന ഈ വീഡിയോ കണ്ട് അല്ലെങ്കിൽ യാത്രയെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ വീഡിയോയെ സ്നേഹിക്കുന്നവർ, ഇങ്ങനെയുള്ള കാഴ്ചകളെ സ്നേഹിക്കുന്നവർ, പ്രത്യേകിച്ച് റൈഡർ പ്രേമിയുടെ വീഡിയോ കാണുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ പ്രദേശം നിങ്ങളൊന്ന് വീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇതുണ്ടോ, ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ താഴെ കണ്ടിരിക്കുന്നുണ്ടോ, നിൽക്കുന്ന മൊത്തം നമ്മുടെ മേട്ടുക്കുറിഞ്ഞാണ് കേട്ടോ. ഇവിടെ മുതലും കണ്ടോ മേട്ടുക്കുറിഞ്ഞുണ്ടോ, ഇങ്ങനെ നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇവിടെ അധികം പൂത്തിട്ടില്ല. ഈ വർഷം ഓണമൊക്കെ ആകുമ്പം ഇങ്ങോട്ട് പൂക്കും കേട്ടോ. അവിടെ നിൽക്കുന്നുണ്ടോ, എന്തോരം ഭാഗം നിൽക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതായത് ആയിരക്കണക്കിന് ചുവടുകളാണ് അവിടെ ഇനി പൂക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പം ഈ കാണാൻ നീലക്കുറിഞ്ഞല്ല, ഈ മേട്ടുക്കുറിഞ്ഞി കാണാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടോ അങ്ങ് താഴെ കാണുന്ന കട്ടപ്പനയാറിൻ്റെ വെള്ളമാണ് ഒഴുകി വരുന്നത്. പിന്നെ അങ്ങ് താഴെ നിൽക്കുന്നതുണ്ടോ നമ്മുടെ ഹൈ റേഞ്ചിൻ്റെ ഈന്തപ്പഴം. അതവിടെ നിൽക്കട്ടെ. അതായത് നമുക്ക് ഈ ഒരു കാഴ്ച അപാരം തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിലും നല്ല വ്യൂ അങ്ങ് ഇച്ചിരി അങ്ങോട്ട് പോയാൽ കിട്ടും. പക്ഷെ നമുക്ക് അങ്ങനെ അങ്ങ് പോയി എന്തോരം നടന്നാലും തീരത്തില്ല. ഈ മലനിരകളിലൂടെ അങ്ങ് നടന്ന് അങ്ങനെ അങ്ങ് പോകണതുണ്ടോ, അതിൽ അങ്ങ് നടന്നങ്ങ് പോയാൽ ചെല്ലും തോറും നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ കാഴ്ചകളും ഭംഗികളും എന്ത് പറയാൻ, ഈ ഇടുക്കി ജലാശയത്തിൻ്റെ അഴക് ഇങ്ങ് തെളിഞ്ഞ് നമ്മുടെ മനസ്സിലോട്ട് വരും കേട്ടോ. അപ്പോൾ ആ കാണുന്ന മല ഉണ്ടോ, അവിടെ മണ്ടൊരു കുരിശാണ്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇന്നാൾ നല്ലൊരു നടന്നു കേട്ടോ. നമുക്കൊരു ശകലം കൂടെ ഇവിടെ മുഴുവൻ കുപ്പിച്ചിട്ടാണ് കേട്ടോ. മറ്റുള്ള ഉപയോഗശൂന്യമായ കുറേ സ്ഥാനങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളതൊന്നും. ദയവ് ചെയ്ത് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വരുന്നവർ ഇതൊന്നും കൊണ്ടുവരാതിരിക്കുക കേട്ടോ. ഇതൊരു തേയിലത്തോട്ടമാണ് കേട്ടോ, ഇതിന് മേളിൽ നിൽക്കുന്നത്. നിങ്ങൾ താഴെ നല്ല നീറ്റ് ആൻഡ് തേയില ക്ലീനാണ്. ഈ സൈഡിൽ അങ്ങനെ കാട് കയറി നിൽക്കണം കേട്ടോ, പുല്ല്. അപ്പം നമുക്കെന്നാലും ഇതിൽ നമുക്കൊന്ന് കുറച്ചൊന്ന് പോയി നോക്കാം കേട്ടോ. ഇത്രയും നമ്മൾ നമ്മുടെ ഇടുക്കി ജലാശയത്തിനെ വർണ്ണിച്ചതല്ലേ. ഉണ്ടോ, ഇതിലൊക്കെ പോകുന്ന പറഞ്ഞാൽ ഈ കൂടുതൽ ഈ 2 വീലേഴ്സ് ആൾക്കാരാണ് കേട്ടോ, 4 വീല് ജീപ്പുകാർ. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ കപ്പിൾസുകൾ ഇഷ്ടം പോലെ പോകണം കേട്ടോ. ഇവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല. എന്നാലും ഇവിടുത്തെ ഈ തേയില നല്ല ഭംഗിയായിട്ട് നിർത്തിക്കണം കേട്ടോ. കുളന്തൊക്കെ എടുത്തിട്ട് നിർത്തിക്കണം. നമുക്ക് ഇതിലെ ശകലം ഒന്ന് പോയി നോക്കാം. തേയിലക്കമ്പിൻ്റെ ഒരു കട്ടി ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. ഉണ്ടോ, ഇവിടെ വരെ ഉള്ളൂ വരാൻ പറ്റുന്നത്. എന്നാൽ ഇതിന് ഇത്ര മാത്രം തെളിയിക്കാൻ അറിയാം. ഒത്തിരിയൊക്കെ ഫോട്ടോയും സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ. അത് നമുക്ക് വീണ്ടും നമുക്ക് പോകാം.
അങ്ങോട്ട് പോയാൽ കാഴ്ചകൾ ഇത് തന്നെ ഉള്ളൂ കേട്ടോ. യാത്രയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസ്, അതായത് ഇവിടെ നമുക്ക് ₹1 പോലും നമുക്ക് പാസ്സില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പകുതി പ്രോപ്പർട്ടി സർക്കാരിൻ്റെയും പകുതി മാനേജ്മെൻറ്റിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങനെ പാസ്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും കാണാതായാലും ഇവിടെ വരുന്നവരായാലും എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ 10 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മാലിന്യ വേസ്റ്റുകളാണ് കിടക്കുന്നത്. ഉപയോഗശൂന്യമായ ബിയർ ബോട്ടിൽ അതുപോലെ എന്നതാണേലും നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ ഈ ഒരു ഭംഗി കണ്ടാലും മതി വരത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എത്ര വർണ്ണിച്ചാലും നമുക്ക് മതിയാവത്തുമില്ല. അപ്പം ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ. പക്ഷേ വൈൻഡപ്പ് ചെയ്യാൻ പോകുക പറഞ്ഞാൽ നമുക്ക് സങ്കടമുണ്ട്. കാരണം ഇവിടുത്തെ ഈ ഭംഗി കണ്ടാലും തീരത്തില്ല. അങ്ങ് ദൂരെ വേണമെങ്കിൽ നമുക്ക് പോകാം. പക്ഷെ നമ്മൾ പോയിട്ട് ഇവിടെ ചെന്നാലും ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു ഭംഗി തന്നെയുള്ളൂ. പല ഡയറക്ഷനിൽ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. സെറ്റല്ലേ? അപ്പോൾ നമ്മളങ്ങനെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം കേട്ടോ.